നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നിർവഹിക്കാറുണ്ടായിരുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ-അർള എന്ന് തുടങ്ങുന്ന ദീർഘമായ ആ ദുആ, അതിൻ്റെ അവസാന ഭാഗത്താണ് നാം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച ആളുകൾക്ക് ആ ദുആ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദുആയിൽ ആവശ്യപ്പെടുന്ന കാര്യം, അല്ലാഹുവേ, നീ എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കണമേ, നിനക്കല്ലാതെ അതിന് സാധ്യമല്ല. എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ, നിനക്ക് മാത്രമേ എന്നെ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലബ്ബൈക വസഅദൈക വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക വശർറു ലൈസ ഇലൈക അന ബിക വ ഇലൈക തബാറക്ത വതആലൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ലബ്ബൈക വസഅദൈക. ലബ്ബ എന്ന് പറഞ്ഞാൽ വിളിക്ക് ഉത്തരം നൽകുന്നതിനാണ് ലബ്ബ എന്ന് പറയുക. തൽബിയത്ത് എന്ന് പറഞ്ഞാൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു. അപ്പോൾ ലബ്ബ എന്ന് പറഞ്ഞാൽ വിളിക്ക് ഉത്തരം നൽകുക എന്നതാണ്. ലബ്ബൈക, അല്ലാഹുവേ, നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ഏതാണ് അല്ലാഹുവിൻ്റെ വിളി? സ്വർഗത്തിലേക്കുള്ള വിളിയാണത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു, അഥവാ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, അഥവാ ഖുർആനിലേക്കും പ്രവാചകൻ്റെ ചര്യയിലേക്കും ക്ഷണിക്കുന്നു. അതാണ് അല്ലാഹുവിൻ്റെ വിളി. അല്ലാഹുവേ, നിൻ്റെ ആ ആഹ്വാനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. വിശ്വാസികളെ, അല്ലാഹുവും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം ചെയ്യണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം അല്ലാഹുവിനോട് പ്രഖ്യാപിക്കുന്നത്, ലബ്ബൈക്, നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, ആ വിളിക്ക് നാഥ ഞാനിതാ നിനക്ക് ഉത്തരം നൽകുന്നു. അത് ശരിക്കും ആത്മാർത്ഥമായി പറയാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ ഏതെല്ലാം വിളികളും ആഹ്വാനങ്ങളുമുണ്ടോ ആ ആഹ്വാനങ്ങളൊക്കെ സ്വീകരിച്ചവരായിക്കൊണ്ടാണ് നാം അള്ളാഹുവിലേക്ക് ഈ ഒരു കാര്യം നാം പ്രഖ്യാപിക്കേണ്ടത്. ലബ്ബൈക് വസഅദൈക്. വസഅദൈക് എന്ന് പറഞ്ഞാൽ രണ്ട് തഫ്സീറുകളാണ് അതിന് വന്നിട്ടുള്ളത്. ഒന്ന് സആദ, വിജയം, സൗഭാഗ്യം എന്ന അർത്ഥത്തിലും, മറ്റൊന്ന് ഇസ്ആദൻ ബഅദ ഇസ്ആദ്, ഐ ത്വാഅതൻ ബഅദ ത്വാഅ, ഒരനുസരണത്തിന് ശേഷം മറ്റൊന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ മാറുന്ന. ലബ്ബൈക്, നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. വസഅദൈക്, അങ്ങനെ ത്വാഅതൻ ബഅദ ത്വാഅ, ഒരു വിഷയം നീ പറയും ഞങ്ങളതനുസരിക്കും, തൊട്ടുടനെ അടുത്ത വിഷയം ഞങ്ങളതനുസരിക്കും. അങ്ങനെ ജീവിതത്തിലുടനീളം നിന്നെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുകയും ഞങ്ങൾ വിജയത്തിലെത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ പറയുന്നത്. അതാണ് ആ രണ്ട് വ്യാഖ്യാനത്തിൻ്റെയും ജംഅ് അങ്ങനെയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ വിജയം, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിലൂടെ പരാജയം. അപ്പോൾ നാം റബ്ബിനോട് ഈ കാര്യങ്ങളൊക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്, ലബ്ബൈക് വസഅദൈക്, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകാനും ഒന്നിനു പുറകെ ഒന്നായി നിന്നെ അനുസരിച്ച് വിജയിക്കാനും ഞങ്ങൾ തയ്യാറാണ്. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക്, എല്ലാ ഖൈറുകളും നിൻ്റെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖസാന, അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. എല്ലാ പുണ്യങ്ങളും എല്ലാ നന്മകളും അള്ളാഹുവിൽ നിന്നാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു ഖൈറ് നിഅമത്ത് ലഭിക്കുന്നുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ നിഅമത്തുകളും
അത് നൽകുന്നവൻ അള്ളാഹുവാണ്. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക്, എല്ലാ ഖൈറും നിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഖൈറിന് വേണ്ടിയും നീയല്ലാത്തവരോട് ഞങ്ങൾ ചോദിക്കുകയില്ല. എല്ലാ ഖൈറും അള്ളാഹുവിൻ്റെ കയ്യിലാണെങ്കിൽ ആ ഖൈറിന് വേണ്ടി ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്തു ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കണം. വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് തേടണം. കാരണം സൃഷ്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇൻ തദുഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. കേട്ടാൽ പോലും, ഇനി അങ്ങനെ സങ്കല്പിച്ചാൽ പോലും, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല. കാരണം വല്ലദീന തദുഊന മിൻ ദൂനിഹി മാ യംലിഖൂന മിൻ ഖിത്മീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവരുടെ കയ്യിലില്ല, അവരത് ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. എല്ലാ ഖൈറും അള്ളാഹുവിൻ്റെ കയ്യിൽ. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക്, എല്ലാ ഖൈറുകളും നിന്നിലാണ്. വശർറു, ഷർറുകളോ ലൈസ ഇലൈക്, അത് നിന്നിലേക്ക് ചേർത്ത് പറയാവതല്ല. കാരണം അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും എന്തില്ല? ഷർറില്ല. അള്ളാഹുവിൽ നിന്ന് ഖൈറ് മാത്രമേ ഉള്ളൂ. അള്ളാഹു അവൻ്റെ അസ്മായിൽ ഖൈറായവനാണ്, അവൻ്റെ സിഫാത്തുകളിൽ ഖൈറായവനാണ്, അവൻ്റെ അഫ്ആലുകളിൽ ഖൈറായവനാണ്, അവൻ്റെ സൃഷ്ടിയിലും ഖൈറായവനാണ്. പിന്നെ ഖൈറും ഷർറും ആപേക്ഷികം മാത്രമാണ്. അത് മനുഷ്യന് പരീക്ഷണാർത്ഥം അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അത് ഷർറല്ല, ആത്യന്തികമായത് ഖൈറാണ്. പാമ്പിൻ്റെ വിഷം നമുക്ക് ഷർറാണ്, പാമ്പിനത് ഖൈറാണ്. അതിൻ്റെ ആത്മരക്ഷക്കുള്ളതാണ് ആ വിഷം. നാം അതിനെ ഉപദ്രവിക്കുകയോ അതിനെ ഉപദ്രവിക്കുക ആണ് എന്ന് അതിന് തോന്നുകയോ ചെയ്യുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ ജീവിതത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതാണത്. അപ്പോൾ വിഷം പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രൊട്ടക്ഷനാണ്. നമുക്കൊരു പക്ഷേ അത് വിഷം ആയി നാം ഒരു പക്ഷേ മരണപ്പെട്ടേക്കാം. അപ്പോൾ ഖൈറും ഷർറും അള്ളാഹു നിശ്ചയിച്ചതിൽ അതിൽ ചില ഹിക്മത്തുകളുണ്ട്, ചില പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണാർത്ഥമാണ് ഖൈറും ഷർറും. അതുകൊണ്ട് തന്നെ ആത്യന്തികമായതെന്തല്ല? ഷർറല്ല. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷർറിനെ പറഞ്ഞിടത്തിലൊക്കെ അത് മനുഷ്യനിലേക്ക് ചേർത്ത് പറയുകയും സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുകയും ഖൈറ് പറഞ്ഞപ്പോഴൊക്കെ അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ്, മനുഷ്യർ ചെയ്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്രകാരം പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അതുകൊണ്ട് ഷർറിനെ യഥാർത്ഥത്തിൽ പോയി സ്വീകരിക്കുന്നത് മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല പഴവർഗ്ഗങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ആ പഴവർഗ്ഗങ്ങൾ കൊണ്ട് ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് മനുഷ്യനെ പരീക്ഷിക്കുവാനാണ്, പരിശോധിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ സ്വർഗ്ഗലോകത്ത് മുന്തിയ ഇനം മദ്യം അല്ലാഹു നൽകും. പക്ഷേ ദുനിയാവിലെ കുഴപ്പങ്ങളൊന്നും അതിനുണ്ടാവുകയില്ല. അപ്പോൾ ആ പദാർത്ഥത്തിൽ ആ ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ വിധികളെല്ലാം എന്താണ്? ഖൈറാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം ഖൈറാണ്. പക്ഷേ അത് മനുഷ്യരിലേക്ക്, സൃഷ്ടികളിലേക്ക് വരുമ്പോൾ ആപേക്ഷികമായി അതിൽ ഖൈറും ഷർറും ഉണ്ടാകുന്നു. ആ ഒരു വലിയ തത്വമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക്, എല്ലാ ഖൈറുകളും നിൻ്റെ കൈകളിലാണ്. അള്ളാഹുവിലേക്ക് ഒരു ഷർറും ഇല്ല. കാരണം അള്ളാഹുവിൽ ഒരു ഷർറും ഇല്ല. വശർറു ലൈസ ഇലൈക്, നിന്നിലേക്ക് ഒരു ഷർറും ഇല്ല തന്നെ. അന ബിക, ഞാൻ നിന്നെ കൊണ്ടാകുന്നു. അന ബിക, ഞാൻ നിന്നെ കൊണ്ടാകുന്നു. രണ്ട് വ്യാഖ്യാനമാണ് അതിനുള്ളത്. ഒന്ന്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിന്നോട് സഹായം തേടിയിട്ടും നിന്റെ സഹായം കൊണ്ടുമാകുന്നു. നിന്നോട് സഹായം തേടിക്കൊണ്ടാണ്
അതാണ് ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. ഐ ബി ഇആനത്തില്ലാ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ എല്ലാ തൗഫീഖിനും വേണ്ടി സഹായം തേടുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹൗലും ഖുവത്തും, ഏതൊരു പ്രശ്നങ്ങൾ നീങ്ങുന്നതും ഏതൊരു ഖൈറ് നേടിയെടുക്കുന്നതും നാഥ നിന്നെ കൊണ്ട് മാത്രം, നിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം. അതാണ് ഇവിടെ പറയുന്നത് അനബിക്. അതേപോലെ തന്നെ ഞാനിവിടെ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും എല്ലാം തന്നെ അള്ളാഹുവേ നിൻ്റെ നിശ്ചയപ്രകാരവും നിൻ്റെ തീരുമാനപ്രകാരവും നിൻ്റെ ഖളാ ഖദർ അനുസരിച്ചുകൊണ്ടുമാകുന്നു. അനബിക്, ഞാൻ നിന്നെ കൊണ്ടാകുന്നു, നിൻ്റെ സഹായം കൊണ്ടും നിൻ്റെ തൗഫീഖ് കൊണ്ടുമാണ് ഞാനിവിടെ നിലകൊള്ളുന്നത്. തീർച്ചയായും ഇനിയുള്ള എൻ്റെ ജീവിതത്തിലും ഞാൻ സഹായം തേടുന്നത് നിന്നോട് മാത്രമായിരിക്കും. അനബിക് വ ഇലൈക, അതേപോലെ തന്നെ ഞാൻ നിന്നിലേക്കുള്ളതാകുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ളതാണ്, നാം എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ്. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. വ ഇലൈഹിൽ മസീർ, അള്ളാഹുവിലേക്കാണ് മടക്കം. വ ഇലൈഹി തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. അപ്പോൾ നാം സഞ്ചരിക്കുന്നത്, നാം അഭയം തേടുന്നത് എല്ലാം അള്ളാഹുവിലേക്കാണ്. അനബിക വ ഇലൈക്, ഞാൻ നിന്നിലേക്കാകുന്നു, ഞാൻ മരിച്ചാലും നിന്നിലേക്കാണ്. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ ഞാനിതാ നിന്നിലേക്ക് ഇനാബത്തോടുകൂടി, വിനയാന്വിതനായി, തൗബയുള്ള മനസ്സോടുകൂടി, നിന്നെ അനുസരിക്കുന്നവനായി, മുശ്രിക്കുകളിൽ പെട്ടവനല്ലാത്തവനായി, മുസ്ലിമായി ഞാനിതാ നിന്നിലേക്ക് വന്നിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതേ ആശയം തന്നെയാണ് അവസാനവും പറയുന്നത്. അനബിക വ ഇലൈക്, ഞാനിതാ നിന്നിലേക്കാകുന്നു. തബാറക്ത വ തആലൈത്, അല്ലാഹുവേ നീ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു, നിന്നിൽ നിന്നാണ് ബറക്കത്ത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു അനുഗ്രഹ സമ്പൂർണനാണ്, ഉന്നതനും മഹാനുമാണ്. അതാണ് തബാറക്ത വ തആലൈത്, നീ ഏറ്റവും ഔന്നിത്യമുള്ളവനായിരിക്കുന്നു. വഹുവൽ അലിയുൽ അലീം, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ, അള്ളാഹുവാണ് ഏറ്റവും അലീമായവൻ, മഹത്വമേറിയവൻ. അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലുത്. 7 ആകാശങ്ങൾക്ക് മേലെ, അർശിനും മേലെ ഈ പ്രപഞ്ചത്തിൻ്റെ സകല ആധിപത്യവുമുള്ളവനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ അസ്മാഇകൾ വളരെ മനോഹരമാണ്. അവൻ്റെ സിഫാത്തുകളും അവൻ്റെ പ്രവൃത്തികളും എല്ലാം നല്ലതു മാത്രമാണ്, എല്ലാം നല്ലത് മാത്രമാണ്. തബാറക്ത വ തആലൈത്. ഈ ഹക്കുകളൊക്കെ ഞാൻ മനസ്സിലാക്കി, എല്ലാ അർത്ഥത്തിലും ഞാൻ നിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അവസാനമായി നാഥ അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. എൻ്റെ വിശ്വാസത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, എൻ്റെ അറിവിൽ വന്നുപോയ വീഴ്ചകൾ, ഞാൻ നിന്നെ സംബന്ധിച്ച് അറിയാതെ പോയത്, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങി എന്നിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാം, ജഹ്ലി എൻ്റെ ജഹാലത്തുകൾ, വ ഖതീഅതി എൻ്റെ അബദ്ധങ്ങൾ, വ നിസ്യാനി എന്നോട് മറന്നുപോയ കാര്യങ്ങൾ, വ ഇസ്റാഫി ഫി അംരി അമിതമായി ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, സിർരി വ അലനി എൻ്റെ രഹസ്യങ്ങൾ, എൻ്റെ പരസ്യങ്ങൾ, മുതഖദ്ദിമി വ മുതഅഖിരി ഞാൻ നേരത്തെ ചെയ്തു പോയത്, ചെയ്യാൻ ബാക്കി വെച്ചത്, എല്ലാറ്റിൽ നിന്നും ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. വ അതൂബു ഇലൈക്, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു. എന്താണ് അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അസ്തഗ്ഫിറുക എന്ന് പറഞ്ഞാൽ പാപമോചനം തേടുന്നു എന്ന് നാം നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ തന്നെ അത് ഇസ്തിഗ്ഫാറായി. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്തിഗ്ഫാറായി. പക്ഷേ തൗബയാവണമെങ്കിൽ അത് പോരാ. മറിച്ച് തൗബയാവണമെങ്കിൽ ചെയ്ത പാപത്തെ സംബന്ധിച്ചുള്ള ഖേദം, അതേപോലെ തന്നെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവൽ, മൂന്നാമത്തത് ഒരിക്കലും ഇനി ഞാൻ ആവർത്തിക്കുകയില്ല എന്ന പ്രഖ്യാപനം. ഒരിക്കലും ഞാൻ ഇനി ആ തെറ്റ് ആവർത്തിക്കുകയില്ല, ഞാനതിൽ ഖേദിക്കുന്നു,
ഇതാണ് തൗബ. ഇങ്ങനെ അള്ളാഹുവെ എല്ലാ അർത്ഥത്തിലും ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്ന് ഓരോ വഖത്തിലും നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ അയാളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പുഴയിൽ നിങ്ങൾ 5 നേരവും കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കുമുണ്ടാകുമോ? സ്വഹാബത്ത് പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല. പ്രവാചകൻ പറഞ്ഞു, കദാലിക സ്വലവാത്തുൽ ഖംസ്, 5 വഖ്ത് നമസ്കാരവും അതുപോലെയാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി 5 വഖ്ത് നമസ്കാരത്തിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നിങ്ങളെ മുക്തരാക്കി നിങ്ങളെ അള്ളാഹു പരിശുദ്ധരാക്കും. ഏറെ ഗൗരവത്തോടുകൂടി ഈ ദുആ നമ്മൾ പഠിക്കണം, നമ്മൾ ഹിഫളാക്കണം. എന്നിട്ട് നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനകളിൽ നമ്മളത് അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലുകയും ചെയ്താൽ വമ്പിച്ച മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.